ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, കുറച്ച് ആഘോഷിക്കാന്നോർത്തൊരു പാർട്ടി വെച്ചപ്പോ ഇങ്ങനെയൊക്കെ ആയല്ലോ. എന്തായാലും ഇപ്പൊ എല്ലാം ഹാപ്പി ആയിട്ട് തീർന്നല്ലോ അങ്കിൾ. ഇനി ഞങ്ങളെ സന്തോഷമായിട്ട് പറഞ്ഞേക്ക്, ആശീർവദിക്കണം. നന്നായി വാങ്ങണേ. ഇങ്ങനൊരവസ്ഥയിലും വളരെ ധൈര്യത്തോടെ അതിനെ നേരിട്ടല്ലോ. മോള് ഞങ്ങളുടെ അഭിമാനമാണ്. ആ ധൈര്യം തോന്നാനുള്ള കാരണം സിഹി. ഒരർത്ഥത്തില് ശരിക്കും വിജയിച്ചത് അവള്. എന്റെ കൊച്ചുമോളാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രാവണി, നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. പറയൂ മാഡി. എന്ത് പറയാനാ മേഡം? നിങ്ങൾ പറഞ്ഞതെന്താ, നടന്നതെന്താ? ഇത്തവണ അവർ രക്ഷപ്പെട്ടു. മാഡി, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഓൾറെഡി ആകെ അപ്സെറ്റായി നിൽക്കുക. നമ്മുടെ സമയം ശരിയല്ല. നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കുന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത്തവണ ഞാനും ഭാർഗവിയും ഒരുമിച്ചിരുന്ന് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതാ. പക്ഷേ ആ സുബ്ബുവും രാമും അശോകും എല്ലാം കൂടെ ചേർന്ന് എല്ലാം ഉടച്ച് കൈ തന്നു. കണ്ടില്ലേ മാം, അവളെ വെച്ചേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം നിങ്ങൾ നോക്കാന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി? അത് വിട്. ആ ശ്രാവണി ആരെയാ സ്നേഹിക്കുന്ന കാര്യം മനസ്സിലായോ? ഇല്ല മാഡി, ഇതുവരെ മനസ്സിലായില്ല. നോക്ക്, ഇപ്പോഴാണെങ്കിൽ ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയി നിൽക്കുക. ആദ്യം നീ ഒന്ന് ഫോൺ വെച്ചു പോ പ്ലീസ്. എനിക്ക് എത്രയും പെട്ടെന്ന് ശ്രാവണി ആരെയാണ് പ്രേമിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. അവൻ ആരാണെങ്കിലും അവനെ ഞാൻ ഒരിക്കലും... ശ്രാവണി, നിന്നെ രക്ഷിക്കാൻ വന്നവനവൻ, നിനക്ക് തുണയായി നിന്നവനവൻ. നിന്റെ സുഖത്തിലും സന്തോഷത്തിലും ആഗ്രഹത്തിലും അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ജീവൻ നൽകും. സുബ്ബു വളരെ നല്ല പയ്യനാ. അവന് പക്വതയുണ്ട്. അവനെ നഷ്ടപ്പെടുത്തരുത് നീ. എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ ഇഷ്ടം അവനോട് പറയണം. നീ ഓരോ നിമിഷം വെയിറ്റ് ചെയ്യുന്തോറും സുബ്ബു നിന്നിൽ നിന്ന് ഓരോ നിമിഷം അകന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ ഇങ്ങനെ പറയുന്നേ? എനിക്കെന്തോ അവസ്ഥ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അച്ഛന് നേരെ ഉണ്ടായ അറ്റാക്കിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇപ്പൊ നിന്നെ ടാർഗറ്റ് ചെയ്ത് അവർ നിന്നെ ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ പറയുന്നൊക്കെ സത്യ. അങ്ങനെയുള്ളവരിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ശ്രാവണി. നിന്നെ സ്നേഹിക്കുന്നവര് നിന്റെ കൂടെ എപ്പോഴും വേണമെന്ന്. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അവനെ സ്നേഹിക്കുന്ന കാര്യം അവനോട് പോയി പറഞ്ഞോളാം. അവനെന്റെ ജീവിതത്തിലില്ലെങ്കിൽ എനിക്കൊരു ജീവിതം തന്നെ ഇല്ല. അവൻ പക്ഷെ എന്റെ ഇഷ്ടം അംഗീകരിക്കോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അവൻ കൂടെ ഇല്ലാത്തൊരു ലോകം എനിക്ക് ഊഹിക്കാൻ കൂടി കഴിയില്ല. ആരാണവൻ? അവന്റെ സ്നേഹം എനിക്ക് ലഭിക്കണം. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സുബ്ബുവിനെ മാത്രമായിരിക്കും. ശ്രാവണി, നിങ്ങളുടെ പ്രണയം വിജയിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരുമിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എന്താ ശ്രാവണി സ്നേഹിക്കുന്ന ആ ചെറുക്കൻ സുബു ആണോ? പോയി പോയി ഇവളൊരു വേലക്കാരനാണോ സ്നേഹിക്കുന്നത്? അവൻ എന്റെ വഴിയില് തടസ്സം നിന്നവനാ. അവനെങ്ങാണം ശ്രാവണിയെ കല്യാണം കഴിച്ച ഉറപ്പായും അതെനിക്ക് വലിയ പ്രശ്നമാവും. ഇനി അഥവാ വീരുവങ്ങാനും സുബുവിന് മേലുള്ള വിശ്വാസം കാരണം ഈ കല്യാണത്തിന് സമ്മതിച്ച അതെനിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതിനൊരിക്കലും ഒരവസരം ഉണ്ടാക്കാൻ പാടില്ല. ഇത്രയും കാലം എൻ്റെ ലക്ഷ്യം ശ്രാവണിനെയും വീരുവിനെയും അകറ്റുന്നതായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈ സുബുവിനെയും ശ്രാവണിയും തമ്മിൽ അകറ്റുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇവർ 3 പേർക്കും ഒരാൾക്ക് മേൽ മറ്റൊരാളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഒരാളെ ഞാൻ വിടില്ല. അല്ല മാഡം, നമുക്ക് അവരുടെ കൂടെ പോയാൽ പോരായിരുന്നോ? വീട്ടുകാരെയൊക്കെ പറഞ്ഞയച്ച് നമ്മൾ ഇത്ര ലേറ്റായി പോകേണ്ട കാര്യം എന്താ? കാര്യമുണ്ട് സുബു. സീതയോട് സംസാരിക്കണായിരുന്നു, സിഹിയോട് സംസാരിക്കണായിരുന്നു, പ്രിയയോട് സംസാരിക്കണായിരുന്നു. ഇവരോട് എല്ലാരോടും സംസാരിച്ചു വരുമ്പോ ലേറ്റ് ആവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ വീട്ടുകാരോട് ഞാൻ നേരത്തെ തന്നെ പൊക്കോളാൻ പറഞ്ഞത്. എന്താ എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങി തന്നോളാം. മാഡം, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വീട്ടുകാരോടൊപ്പം പോയായിരുന്നെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ മാഡം. എന്താ പേടിയാണോ? എന്റെ കാര്യത്തിൽ പേടിയില്ല മാഡം. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ എനിക്ക്. നീ ഉണ്ടല്ലോ എന്റെ കൂടെ, എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് എന്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധയുണ്ടോ എനിക്ക് നിന്റെ കാര്യത്തിൽ അത്രയും വിശ്വാസമുണ്ട്. ചുരുക്കത്തിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടുകാരോടെ പോവാതെ രക്ഷപ്പെട്ടതാണെന്ന് സാരം. ശരിയല്ലേ? ശരിയാണെന്ന് വെച്ചു. എടാ പൊട്ട സുബു, എല്ലാ തവണയും ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത് നിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയല്ലേ. ബാക്കി എല്ലാം നിനക്ക് മനസ്സിലാവും, ഇത് മാത്രം മനസ്സിലാവില്ല അല്ലേ? സുബു, അത് നോക്ക് സുബു, അവിടെ എന്തോ നടക്കുന്നുണ്ട്. അതെനിക്ക് കാണണം സുബു. നോക്ക് സുബു, എന്ത് രസാണെന്ന് നോക്ക്. എനിക്ക് അങ്ങോട്ട് പോണം സുബു. നമുക്ക് പോയാലോ? എനിക്ക് അങ്ങോട്ട് പോകാൻ അത്രയ്ക്കും കൊതിയായിട്ടല്ലേ. നീ എന്റെ ആഗ്രഹം ഒന്ന് നിറവേറ്റി തന്നാലെന്താ? പ്ലീസ് സുബു. ഇല്ലെന്ന് പറയാൻ മനസ്സ് വരുന്നില്ല. ശരി, വാ പോയി നോക്കാം. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കണം, എന്നെ വിട്ട് എങ്ങോട്ടും പോരുത്. എന്ത് രസാ പറഞ്ഞത് കേക്കാൻ. നീ ഒന്നുകൂടി ഒന്ന് പറയോ? അതല്ല, ഇപ്പോഴല്ലേ ഒരു കിഡ്നാപ്പ് കഴിഞ്ഞത്. ഇനി ഒരു പ്രശ്നത്തിന് എനിക്ക് താല്പര്യമില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന്. എന്റെ ആഗ്രഹം അത് തന്നെയാ സുബു. എപ്പോഴും നിന്റെ കൂടെ തന്നെ നിക്കണമെന്ന്. നിന്റെ നാവ് പൊന്നാവട്ടെ. ജീവിതത്തിൽ എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. മാഡം, എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? നിന്റെ കൂടെ നിക്കണമെന്നല്ലേ ഉള്ളൂ. അതിൽ കണ്ടോ?
എന്തൊക്കെയാ അവര് കാണിക്കുന്നതല്ലേ സുബു? അത് അവരുടെ ജോലിയാ മാഡം. ഊര് ചുറ്റി സർക്കസ് കളിക്കല്. ഞങ്ങള് കുട്ടികളായിരുന്നപ്പോ ഞങ്ങളുടെ നാട്ടിലും ഇവരിങ്ങനെയൊക്കെ വരുമായിരുന്നു. ഞങ്ങളും ഇതേപോലെ നോക്കി നിൽക്കും. എന്നാലും ഇവർക്കൊക്കെ ഒരു നല്ല ലൈഫ് കിട്ടണം സുബു. പാവം. ജീവിതം തന്നെ ഒരു സർക്കസ് അല്ലേ മാഡം? നമുക്കൊരു തരം സർക്കസ്, ഇവർക്ക് ഒരു തരം സർക്കസ്. അതെന്താ സുബു അങ്ങനെ പറഞ്ഞത്? നിനക്കെന്താ ഇത്ര വലിയ സർക്കസ് ഉള്ളത് ജീവിതത്തില്? ഞാനെന്താ നിന്നെ കൊണ്ട് വല്ല സർക്കസും കളിപ്പിക്കുന്നുണ്ടോ? ചേ, ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ല മാഡം. എന്നെ പോലുള്ള ആമ്പിള്ളേരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. വീട്ടുകാരെ നോക്കാൻ വേണ്ടിയിട്ട് പകലും രാത്രിയും നന്നായിട്ട് കഷ്ടപ്പെടും. പക്ഷെ ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. കുടുംബം നോക്കാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴും ജോലി 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 എന്ന് പറഞ്ഞ വീട്ടുകാരുടെ കംപ്ലൈന്റ്. പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നാ നീ എന്താ ജോലിക്ക് പോവാത്ത, വീട്ടിലെ കാര്യം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അത് വേറൊരു കംപ്ലൈന്റ്. ശരി, ജോലിക്കിടയിൽ ഒരു അവധി കണ്ടെത്തി വീട്ടിലിരിക്കാന്ന് വിചാരിച്ചാ വീട്ടിലെ ചെലവിന് കാശില്ല, അതിന് കാശില്ല, ഇതിന് കാശില്ല എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ജോലി ഉണ്ടെങ്കിലും പ്രശ്നം, ജോലി ഇല്ലെങ്കിലും പ്രശ്നം. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയില് സ്വന്തം ജീവിതം, സ്വന്തം സന്തോഷം, സ്വന്തം ഫ്രണ്ട്സ് ഇതെല്ലാം മറക്കേണ്ടി വരും മാഡം ഞങ്ങൾക്ക്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾ ലൈഫ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നില്ലേ? അതൊരു തരം സർക്കസ് ആണെന്നാണ് പറഞ്ഞു വന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ഇത്രയും വലുപ്പമുണ്ടോ സുബു? പിന്നല്ലാതെ. അതൊക്കെ ഓക്കെ സുബു. പക്ഷെ ഇത്രയ്ക്ക് പ്രയാസങ്ങൾക്ക് നടുവില് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമൊക്കെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അഥവാ ബൈ ചാൻസ് എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വെച്ചോ, അവളും ഇതേപോലെ കയറിൽ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടി വരും. അതായത് ജീവിതമില്ലേ, അത് ഇതേപോലെ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടി വരുമെന്ന്. ബാ പോവാൻ നോക്കാം. കയറിലൂടെ നടക്കാനാണെങ്കിലും കനലിലൂടെ നടക്കാനാണെങ്കിലും നീ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ നടക്കാം സുബു. മാഡം ഇനി എന്താ ആലോചിക്കുന്നത്? വാ നമുക്ക് പോവാൻ നോക്കാം, ലേറ്റായി. ഏയ് ഒന്നുമില്ല, നീ ഇത്രയൊക്കെ പറയുന്ന കേട്ടപ്പോ ഈ സർക്കസ് കളിക്കുന്നവരോടൊരു ബഹുമാനമൊക്കെ തോന്നി. സുബു, എന്റെ പേഴ്സ് കാണുന്നില്ല സുബു. അതെവിടെ പോയി? പേഴ്സ് കാണുന്നില്ലേ മാഡം? അയ്യോ, വാ നോക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണും. എവിടെയാ കളഞ്ഞത് മാഡം? കാറിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ സുബു. അതെന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തൊന്ന് നോക്കിയേ. സുബു ഇവിടെ കാണുന്നില്ല സുബു. അയ്യോ ഈശ്വര, എന്റെ പേഴ്സിൽ എന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഫോണിൽ എന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു സുബു. അതെനിക്ക് വേണം. അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യാ? എന്റെ അമ്മയെ ഓർക്കാൻ ബാക്കി ഉണ്ടായിരുന്നത് അത് മാത്രമായിരുന്നു. എനിക്കത് വേണം സുബു, എനിക്കത് തിരിച്ചു കിട്ടണം. ഇവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ കരയുന്നത്? പാവം. ശരി ശരി മാഡം, കരയില്ലേ പ്ലീസ്. ഞാനൊന്ന് കാറിന്റെ അവിടെ നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഇവിടെ ഒന്ന് നോക്ക്.
സത്യം, എല്ലാ മക്കൾക്കും അച്ഛനമ്മമാരുടെ സ്നേഹത്തിന് അവകാശമുണ്ട്. നിയമം പറയുന്നതും അതാണ്, മനുഷ്യന്റെ ഹൃദയം പറയുന്നതും അതാണ്. എന്ന് വെച്ചാ ശ്രാവണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയോ? എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അവളുടെ ആലോചനകളെല്ലാം മനസ്സിലാക്കി അവളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ സ്നേഹം കൊടുക്കാൻ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. മുതിർന്നവർ ചെയ്ത തെറ്റിന് കുട്ടികളെ ശിക്ഷ അനുഭവിക്കുന്ന ന്യായമല്ല. ശ്രാവണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവൾ ഇനിയും എത്ര വർഷം ഈ ശിക്ഷ അനുഭവിക്കണം? വീരു, നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എന്താ കാര്യം ചേച്ചി പറ. ശ്രാവണിയെ കുറിച്ചാ പറയാനുള്ളത്. പാവം, കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് അവള്. അവൾ ഏത് ജന്മത്തെ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ ഇത്ര പ്രയാസം അനുഭവിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം അവളുടെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അച്ഛന്റെ അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല. പെണ്ണെന്ന നിലയില് അവൾ അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവും നന്നായിട്ട്. കൂടാതെ ആവണി ഈ വീട്ടിലെ മോളാ. അവൾ അനുഭവിക്കുന്ന വേദനകള് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല വീരു. ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത് ചേച്ചി. ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അത് ഇതുവരെ അവൾക്ക് കിട്ടിയിട്ടില്ല. നല്ല കഥ. ഞാൻ എന്താണോ ആലോചിക്കുന്നത് നീയും അത് തന്നെ ആലോചിക്കുന്നേ. അവൾക്ക് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷേ അവളുടെ ചിന്തകൾക്ക് തുണയായി, അവളുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടായി, അവളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരാളെ കിട്ടിയാൽ അവള് സന്തോഷമായിട്ടിരിക്കും. നമ്മുടെ ശ്രാവണി ഒരു ചെറിയ കുട്ടിയല്ല. അവൾക്കിപ്പോ കല്യാണപ്രായമായി. നമുക്ക് അവൾക്ക് നല്ലൊരു ആലോചന നോക്കിയാലോ? കുട്ടിക്കാലം മുതലേ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. കുറഞ്ഞ പക്ഷം അവളെ നന്നായിട്ട് നോക്കുന്ന ഒരാളെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച ഒരു പക്ഷേ അവൾ സന്തോഷമായിട്ടെങ്കിലും ഇരിക്കും.